ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐറ്റവുമായിട്ടാണ്. നമുക്ക് ചുള്ളിക്കമ്പ് കൊണ്ട് എങ്ങനെയാണ് ഒരു നല്ല കിഡിലൻ ഹോം ഡെക്കർ ഐറ്റം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചുള്ളിക്കമ്പ് കൊണ്ടുള്ള 2 ഹോം ഡെക്കർ ഐഡിയാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ ഇട്ടേക്കാം. ഇവിടെ ചുള്ളിക്കമ്പ് എടുത്ത് നന്നായിട്ട് വെട്ടി ഒതുക്കി ഗോൾഡൻ സ്പ്രേ പെയിൻ്റ് അടിച്ച് ഉണക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നല്ല ആക്രിലിക് കളേഴ്സ് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഫ്ലവേഴ്സാണ്. അപ്പം നമുക്ക് ഫ്ലവേഴ്സിനായിട്ട് ഫോം ഷീറ്റ് യൂസ് ചെയ്യാം. പ്ലെയിൻ ഫോം ഷീറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതില്ലാന്നുണ്ടെങ്കിൽ പേപ്പേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിറ്ററിങ് ഫോം ഷീറ്റ്സും യൂസ് ചെയ്യാം. നമുക്ക് ഈ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്ക് ഒരേ രീതിയിലുള്ള ഫ്ലവേഴ്സ് കിട്ടുള്ളൂ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഫോം ഷീറ്റ് കൊണ്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. 2 മെത്തേഡിൽ നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഓരോ പെറ്റലും ഫുള്ളായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെറ്റൽ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രം ഷേപ്പ് ചെയ്ത് അങ്ങനെ ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ ഫ്ലവേഴ്സും ഒന്ന് റെഡിയാക്കി എടുക്കാം.
എല്ലാ ഫ്ലവേഴ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. ലീഫ് ഉണ്ടാക്കാനായിട്ട് ഗ്ലിറ്ററിങ് ഫോം ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പൂവുണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തതുപോലെ തന്നെ ഇതും ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇലകളും നമ്മൾ റെഡിയാക്കി എടുത്തു. ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനെയൊക്കെ നമുക്കൊന്നും കൂടെ ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് അയൺ ബോക്സ് ഓൺ ചെയ്തിട്ട് ചൂടായി വരുമ്പോൾ ഓരോ ഫ്ലവറും അതിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഫ്ലവേഴ്സ് അയൺ ബോക്സിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന്. ഇവിടെ അയൺ ബോക്സ് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഫ്ലവറും ഇതിലേക്ക് വെച്ച് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രം ചെയ്യുക. ഞാനിവിടെ ആ ഫ്ലവറിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കത്രികയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കത്രിക യൂസ് ചെയ്യരുത്. എന്തെങ്കിലും മരത്തിൻ്റെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി സേഫ്. അയൺ ബോക്സ് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ